السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين أما بعد اتقوا الله عباد الله. ഹബീബ ഉമ്മുൽ മുഅ്മിനീൻ റളിയല്ലാഹു തആല അൻഹ ഉദ്ധരിക്കുന്ന ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, മൻ സല്ല ഫിൽ യൗമി വൽ ലൈലതി 12 റക്അത്തൻ തതവ്വുഅൻ ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, മൻ സല്ല ഫിൽ യൗമി വൽ ലൈലതി, ആരെങ്കിലും രാവിലെയും രാത്രിയുമായി കൊണ്ട് നമസ്കരിച്ചാൽ 12 റക്അത്തൻ തതവ്വുഅൻ, തതവ്വുആയി അതായത് സുന്നത്തായ രൂപത്തിൽ 12 റക്അത്തുകൾ ഒരാൾ നമസ്കരിച്ചു കഴിഞ്ഞാൽ ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന, അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മനുഷ്യന് സ്വർഗത്തിൽ ഒരു ഭവനം പണിയുമെന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിക്കൊണ്ട് കാണാൻ സാധിക്കും. നമുക്കറിയാം, നമ്മുടെ ഈ ദുനിയാവിൽ കേവലം കുറച്ചു കാലം ജീവിക്കാൻ വേണ്ടി ഒരു വീട് ഉണ്ടാക്കണം, ഒരു വീട് ലഭിക്കുമെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ത്യാഗവും അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, സഹിക്കാറുണ്ട്, അല്ലെങ്കിൽ അതിനു വേണ്ടി നമ്മൾ പരിശ്രമിക്കാറുണ്ട്. എന്നാൽ നാളെ കാലാകാലത്തെ ജീവിതത്തിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ച സ്വർഗത്തിൽ നമുക്കൊരു ഭവനം നൽകാം, ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും നമ്മളത് എന്ത് ചെയ്യണം, ജീവിതത്തിൽ കൊണ്ടുവരാൻ അങ്ങേയറ്റം പരിശ്രമിക്കേണ്ടതുണ്ട്. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഒരു ഹദീസിലൂടെ പഠിപ്പിച്ചിരുന്നത്. 12 റക്അത്തുകൾ ഒരാൾ രാവിലെയും പകലിലുമായി കൊണ്ട് നമസ്കരിച്ചു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തിക്ക് സ്വർഗത്തിൽ ഒരു ഭവനം നൽകുമെന്നാണ്. എന്നിട്ട് എവിടെയൊക്കെയാണ് ആ 12 റക്അത്തുകൾ എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അർബഉൻ ഖബ്ല അദ്ദുഹ്രി വ റക്അതൈനി ബഅദഹാ, 4 റക്അത്ത് ളുഹറിന് മുമ്പായി കൊണ്ടും അതുപോലെ തന്നെ 2 റക്അത്ത് ളുഹറിന് ശേഷമായി കൊണ്ടും വ റക്അതൈനി ബഅദൽ മഗ്രിബി, അതുപോലെ തന്നെ മഗ്രിബിന്റെ ശേഷം 2, വ റക്അതൈനി ബഅദൽ ഇശാഇ, അതുപോലെ തന്നെ ഇശാഇന്റെ ശേഷവും 2, വ റക്അതൈനി ഖബ്ല സ്വലാത്തിൽ ഗദാത്തി, അതുപോലെ തന്നെ ഫജ്ർ നമസ്കാരത്തിന്റെ മുമ്പായി കൊണ്ടും 2 റക്അത്ത് എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അപ്പോൾ ളുഹറിന്റെ മുമ്പ് 4, ശേഷം 2, അസറിന്റെ മുമ്പോ ശേഷമോ ഇല്ല, മഗ്രിബിന്റെ ശേഷം 2, ഇശാഇന്റെ ശേഷം 2, സുബഹിന്റെ മുമ്പ് 2. ഈ സുബഹിയുടെ മുമ്പുള്ള 2 റക്അത്ത് നമുക്കറിയാം റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്രയിൽ പോലും എന്ത് ചെയ്തിരുന്നില്ല, ഉപേക്ഷിച്ചിരുന്നില്ല. യാത്രയിൽ പോലും ഉപേക്ഷിക്കാത്ത സുന്നത്താണ് വിത്ർ നമസ്കരിക്കുക എന്നുള്ളതും, അതുപോലെ തന്നെ സുബഹിയുടെ മുമ്പുള്ള 2 റക്അത്ത് നമസ്കരിക്കുക എന്നുള്ളതും. അപ്പോൾ അതൊക്കെ വമ്പിച്ച പ്രതിഫലങ്ങൾ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വിഷയവുമായി ബന്ധപ്പെട്ടൊക്കെ നമുക്ക് പറഞ്ഞു തന്നതായി കൊണ്ട് കാണാൻ സാധിക്കും. ഇനി ചില പണ്ഡിതന്മാർ ഇത് 10 റക്അത്താണ് എന്നും ചില ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞു തന്നതായി കൊണ്ട് കാണാൻ സാധിക്കും. അപ്പോൾ അവിടെ പിന്നെ ളുഹറിൻ്റെ മുമ്പ് 4 എന്നുള്ളത് ളുഹറിൻ്റെ മുമ്പേ 2 എന്നാവും. പക്ഷേ ആ ഹദീസ് നമുക്കെന്തല്ല, ഈ ഒരു അമൽ ചെയ്യാനുള്ള രൂപത്തിൽ ഒത്ത ഹദീസല്ല, അത് സ്വഹീഹായ ഹദീസ് തന്നെയാണ്. പക്ഷേ എന്തുകൊണ്ട് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം 2 നമസ്കരിച്ചു എന്ന് പറയുമ്പോൾ പല അഭിപ്രായങ്ങളും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ചില സമയത്ത് അങ്ങനെ നമസ്കരിച്ചു എന്നും, അതല്ല ആ ഹദീസ് റിപ്പോർട്ട് ചെയ്തൊരു സഹാബിയാണ്, ആ സഹാബി റസൂലുള്ളാഹി തങ്ങൾ നിസ്കരിക്കുന്നത് പള്ളിയിൽ വെച്ച് കണ്ടു, അതുകൊണ്ട് പള്ളിയിൽ റസൂലുള്ളാഹി 2 നിസ്കരിച്ചുള്ളൂ, വീട്ടിൽ നിന്ന് എന്ത് ചെയ്തു, 2 വേറെ നമസ്കരിച്ചു, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് 4 നിസ്കരിച്ചു, പിന്നെ പള്ളിയിൽ വന്നപ്പോൾ 2 നിസ്കരിച്ചു. ഇങ്ങനെ പള്ളിയിൽ വെച്ചുകൊണ്ട് നമസ്കരിച്ചതാണ് എന്ത് ചെയ്തത്, അവർ കണ്ടത്. എന്നാൽ മഹദിയായ ആയിഷ റളിയല്ലാഹു തആല അൻഹയും ഉമ്മു ഹബീബ റളിയല്ലാഹു തആല അൻഹയും റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പത്നിമാരാണ്. അപ്പോൾ അവരാണ് നബി തങ്ങൾ വീട്ടിൽ വെച്ചുകൊണ്ട് എത്രയാണ് കൃത്യമായി നമസ്കരിച്ചതെന്ന് അറിയുന്നവരാരാണ്, അവരാണ് കൃത്യമായിട്ട് അറിയുന്നത്. അപ്പോൾ ആ ഹദീസ് വെച്ചുകൊണ്ടാണ് എന്ത് ചെയ്യേണ്ടത്, നമ്മൾ അമൽ ചെയ്യേണ്ടത് എന്നും കൂടെ പണ്ഡിതന്മാർ വിശദമായി കൊണ്ട് പറഞ്ഞിരുന്നതായി കൊണ്ട് കാണാൻ സാധിക്കും. അപ്പോൾ ളുഹറിൻ്റെ മുമ്പേ നമ്മൾ 4 റക്അത്താണ് നമസ്കരിക്കേണ്ടത്. അതാണ് റവാത്തിബ് സുന്നത്തായിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലും അതുപോലെ തന്നെ തങ്ങളുടെ വാക്കിലും നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും എല്ലാമുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.